ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എഗ് ലോലിപോപ്പ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. आज हम बनाने जा रहे इवनिंग स्नैक एग लॉलीपॉप. जल्दी हो जाएगा, दिखाएंगे कैसे है. ഇതിന് വേണ്ടിയിട്ട് മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തൊലികളെ अंडा बॉईल करके रखा है, इसका छिलका निकालना है. മുട്ടയുടെ തോടെല്ലാം ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട്. इसका छिलका पूरा निकाल के रखा है. ये ग्रेट करना है. നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓരോ മുട്ട എടുത്ത് വലിയ ഹോളിനകത്തിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാൻ. ബड़ा होल से ग्रेट करना है. മുട്ട മുഴുവൻ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. अंडा पूरा ग्रेट करके रखा है. एक बर्तन में डालेंगे. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മളിപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോകണം. ഹരിമിർച്ച്, വെളുത്തുള്ളി, ലസൂൺ, ഇഞ്ചി, അദ്രക്, 2 സബോളയാണ്, 2 പ്യാസ്, മല്ലിയില, തോട, ധനിയാപ്പത്ത, നമക്ക്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, ഹൽദി പൗഡർ, മിർച്ച പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗോൾമിർച്ചി का പൗഡർ, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. अच्छे से मिक्स कर दीजिएगा. मसाला एല്ലാം मिक्स ചെയ്ത് കഴിഞ്ഞു. मसाला सब मिक्स करके रखा है. अभी ब्रेड क्रम्स डाल रहे हैं. ब्रेड क्रम्स ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇടാം. നമുക്ക് കൈ വെച്ചൊന്ന് നല്ലതായിട്ട് मिक्स ചെയ്തെടുക്കാം. अच्छे से हाथ से मिला दीजिएगा. थोड़ा दबा के कर दीजिएगा. നല്ലതായിട്ട് പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു പിടി പറങ്ങാണ്ടി ഞാൻ നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. एक मुट्ठी काजू छोटा छोटा काट के रखा है, वो भी इसमें डाल रहे. അതുകൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. अच्छे से मिक्स कर दें. നല്ലതായിട്ട് ഞാൻ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. अच्छे से मिक्स करके रखा है. अभी छोटा छोटा बॉल बनाना है. നമുക്ക് ഓരോരോ ഉരുളകൾ ഉണ്ടാക്കാം. ഇതുപോലെ എല്ലാ ഉരുളകളാക്കി വെക്കാം. ऐसे ही सब बॉल बना के रखेंगे. ഞാൻ എല്ലാ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. सब बॉल बना के रखा है. अभी 3 अंडा लिया है. 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. अच्छे से बीट करना है. മുട്ട ബീറ്റ് ചെയ്തതിനകത്തോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. बीट करके रखा है. ये अंडा में बॉल डाल रहे हैं. अच्छे से कोटिंग करके ब्रेड क्रम्स में डालना है. നന്നായിട്ട് കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് നമുക്ക് ഉരുട്ടി എടുക്കണം. अच्छे से कोटिंग करके लाना है. ब्रेड क्रम्स अच्छे से डाल दीजिएगा. ബ്രെഡ് ക്രംസ് നല്ലതായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇസേ സബ് ബനാएंगे. എല്ലാം ഞാൻ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് കോട്ട് करके रखा है. तेल गरम हो गया. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നോക്കിക്കേ, ഞാൻ ഇവിടെ ഇപ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഇട്ടീറയുടെ നോക്കിക്കേ നല്ല പ്യുവർ ആയിട്ടുള്ളൊരു കോക്കനട്ട് ഓയിലാണ്. നമുക്കിപ്പം ഇവിടെ റോക്കലയിലും കിട്ടുന്നുണ്ട്. കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാം ഇപ്പം സ്ഥിരമായിട്ടും ഇട്ടീറയുടെയാണ്. നിങ്ങളാണ് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാവുന്നതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് റിഫൈൻഡ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. तेल गरम हो गया, अभी डाल दें. एग बॉल्स एല്ലാം फ्राई ആയി കഴിഞ്ഞു നമുക്ക് എടുക്കാം. एग बॉल्स पूरा फ्राई हो गया, निकाल देंगे. അടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. दोबारा भी और डालना है. ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. बाकी भी डाल के फ्राई करके लाना है. എഗ് ബോൾസ് എല്ലാം ഞാൻ വറുത്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പൊ നമുക്ക് ഇതിലെ സ്റ്റിക്ക് കുത്തി കൊടുക്കാം. इसमें अभी स्टिक लगाएंगे. നമ്മുടെ ഇന്നത്തെ ഡിഷ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഗസ്റ്റും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. सब लोग थोड़ा ट्राई करके देखिएगा. बच्चा लोग को और बड़ा लोग को सब लोग को पसंद होके खाएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.